നിങ്ങളെ ഈ ആപ്പ് ഉടായിപ്പോ നിന്റെ അടുത്ത് ഇറക്കണ്ട. ഇന്നിക്ക് വാടക കിട്ടണം. ഇനിയിപ്പോ ഇവിടുന്നും കൂടി കിട്ടാനുള്ളത്. ഇതാണെങ്കിൽ ഭയങ്കര തരികിടായിട്ട് 2 മാസമായിട്ടുള്ള വാടക തന്നിട്ടില്ല. ഉടായിപ്പ് താത്ത, ഇവിടെ ആരുമില്ലേ? ആജിയായിരുന്നു. വായോ ഇങ്ങോട്ട് കേറിക്കോ. അല്ല, എന്താ നിങ്ങളെ വിചാരം? 2 മാസമായിട്ട് വാടക പെൻഡിങ് ആണ്. നിങ്ങൾ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തത്? ഇന്നെങ്ങനെ നടത്തിക്കണം നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം? കാക്കാക്ക് നോമ്പായിട്ട് പണിയില്ല, അതുകൊണ്ടാണ് വാടക തരായിരുന്നത്. റമളാനായിട്ട് പണിയൊന്നും ഇല്ല, ആരും വിളിക്കണമില്ല കാക്കാനെ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ പണിക്ക് പോകാനും വയ്യ. ഈ കുട്ടികളെ ഉമ്മ ഇട്ടെറിഞ്ഞു പോയിട്ട് പിന്നെ ഞങ്ങളല്ലേ ഇവരെ നോക്കണത്. അനക്ക് അറിയണല്ലേ ഇവിടുത്തെ അവസ്ഥ ഒക്കെ. അപ്പൊ ഈ മാസം കൊണ്ട് ക്ഷമിക്ക്. ഒന്നെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ വാടക കറക്റ്റ് അവിടെ കൊണ്ടു വരിക. നിങ്ങളെ ഈ ആപ്പ് ഉടായിപ്പോ നിന്റെ അടുത്ത് ഇറക്കണ്ട. ഇന്നിക്ക് വാടക കിട്ടണം. എന്താ ഇതന്നെ പണിയുള്ളൂ. ബാക്കി ഇത്രയും വീടുകളുണ്ടായിട്ട് കറക്റ്റ് 1-ാം തീയതി മാസം വാടക ഓരവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യും. നിങ്ങൾക്ക് മാത്രം എന്തൊരു പ്രത്യേകത? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ കേട്ടു ഇങ്ങനെ കിടന്നിട്ട് ഒച്ചം വേണം ഉണ്ടാക്കല്ലേ. അതാണ് വിചാരിച്ചിട്ട് ഒച്ച ഉണ്ടാക്കല്ലേ. ആൾക്കാർ എന്താ വിചാരിക്കുക? ഈ റംസാനായിട്ട് ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ തരാത്തത്. ഇങ്ങളെ മുടന്ത ന്യായമൊന്നും ഇവിടെ കേൾക്കണ്ട. ഇന്ന് വാടക കിട്ടണം. 2 മാസത്തെ വാടക പെൻഡിങ്. ഈ ഒരു മാസം കൂടി ആകുമ്പോ 3 മാസമായി. ഇത് ഞങ്ങൾക്ക് ഓസിക്ക് എഴുതി തന്നൊന്നുമല്ലല്ലോ, വാടകക്ക് വന്നതന്നെയല്ലേ. ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ തരാത്തത്. അതുകൊണ്ടാണ് കുട്ടിയെ, ഇജ്ജൊന്ന് ക്ഷമിക്കിട്ടാ. നിങ്ങളെ സാഹചര്യം അങ്ങനെ ആവാം, പക്ഷെ ഇക്കിന്റെ വാടക കിട്ടണം. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വാടക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വാടക കാട്ട്. അല്ല, ഇത് റമളാൻ മാസല്ലേ, ഓരോ സ്ഥിതി എന്താന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയണതല്ലേ. വിചാരാ ഞാൻ ഇവരോടല്ലേ സംസാരിക്കണത്? എനിക്ക് എന്റെ അയൽവാസികളുടെ പണിയെടുത്തോ? ആ അമ്മയും കുട്ടികളും മാത്രല്ലേ ഉള്ളൂ ആ പെരയില്. ഓരോ ഭർത്താവ് വയ്യാതെ കെടുക്കാണ്. ഓരോ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ, ഓരോ സാഹചര്യം കൊണ്ടല്ലേ നിങ്ങൾക്ക് തരാത്തത്. എനിക്ക് എന്റെ പണി നോക്കിക്കോ. എനിക്ക് ഇത്ര മുട്ടാണെങ്കിൽ ആ വാടക കൊണ്ട് തന്നാളെ. എനിക്ക് എത്ര തരാനുള്ളത്? 5000 റുപ്യ. 5000 അല്ലേ? അത് ഞാൻ തരാം. എന്റെ ഗൂഗിൾ പേ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ, ഞാൻ അയക്ക് വിട്ടുതരാം. ഇതാ എന്റെ 5000 വിട്ടിക്കണ്. ഇപ്രാവശ്യം ക്ഷമിച്ച് 2 മാസത്തെ വാടക ഇഞ്ഞും തരാണ്ട്. അത് എത്ര പെട്ടെന്ന് തന്നിരിക്കണം കേട്ടാ, അല്ലെങ്കിൽ എന്റെ തനി കൊണറിയും. ഞാൻ അടുത്ത പ്രാവശ്യം ഈ കോലത്തിലാവില്ല വരിക. ഇനിയെങ്കിലും ആ ഉമ്മാക്കും മക്കൾക്കും ഒരു മനസ്സമാധാനം കൊടുക്ക്. ഇനി പൊയ്ക്കോ. വാടകയും കൊടുത്തിട്ട് വണ്ടിയും വരും. ഇതിങ്ങനെ തന്നെയാണ്. അടുത്ത മാസം കൂടി വാടക പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ ചട്ടിയും പാത്രം എടുത്തിട്ട് പുറത്തേക്കൊണ്ട് വലിച്ചേരാം. വേറെ ഒരു വർത്താനമില്ല. ഇതെന്താ വേറെ പണിയൊന്നുമില്ലല്ലോ. താത്താ, ഈ പൈസ നിങ്ങള് കയ്യിൽ വെച്ചോളി. വേണ്ട മോളെ, അല്ല നിങ്ങളിത് വെച്ചോളി. കുട്ടികൾക്ക് ഡ്രസ്സോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കി. വേണ്ടായിട്ടാണ്. ഇപ്പൊ മൂപ്പര് ഇപ്പൊ അയച്ചിട്ടുള്ളൂ പൈസ. സാര